ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ പിണ്ടനന്ദി കൃതി ക്ലാസ് ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഇനി നമുക്ക് 4ാമത്തെ മന്ത്രത്തിലേക്ക് ആണ് പോകേണ്ടത്. ആദ്യം മുതൽ ശ്രവിക്കാം. ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരുമൻ പൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയുമങ്ങു ശംഭോ. മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരു ദേവതയിങ്ക നിന്നിൻ പിണ്ടത്തിനന്ന് അമൃതു നൽകി വളർത്ത ശംഭോ. കല്ലിനകത്തു കുടിവാഴും ഒരൽപ്പജന്തു ഒന്നല്ല നിന്റെ കൃപയിന്നറിയിച്ചിടുന്നു. അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രനും മറ്റെല്ലാരും ഇങ്ങിതിലിരുന്നു വളർന്നിടുന്നു. ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ എന്തൊന്നുകൊണ്ടിതു വളർന്നതഹോ വിചിത്രം. എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്തത്വമില്ലതിനു നീ അരുളീടു ശംഭോ. ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ എന്തൊന്നു കൊണ്ടിതു വളർന്നത് അഹോ വിചിത്രം. എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്തത്വമില്ലതിനു നീ അരുളീടു ശംഭോ. നിനക്കിൽ ആലോചിച്ചു നോക്കിയാൽ ബന്ധുക്കളില്ല. ഗർഭത്തിൽ ഞാൻ ഭ്രൂണമായി കിടന്നപ്പോൾ അതിനെ രക്ഷിക്കാൻ ബന്ധുക്കൾ ആരും ഉണ്ടായിരുന്നില്ല. ബലവും ധനവുമില്ല. അവിടെ എന്നെ രക്ഷിക്കാൻ മറ്റെന്തിൻ്റെയെങ്കിലും ബലമോ ധനശേഷിയോ ഉണ്ടായിരുന്നില്ല. എന്തൊന്നുകൊണ്ടിത് വളർന്നത്? അപ്പോൾ പിന്നെ എന്തിൻ്റെ സഹായം കൊണ്ടാണ് ഞാൻ വളർന്നു വന്നത്? അഹോ വിചിത്രം. ഗുരുദേവന്റെ ഏറ്റവും വലിയ ഒരു വേർഡാണ്, നമുക്കൊക്കെ ഇഷ്ടം തോന്നുന്ന, അല്ലെ നമുക്ക് ഭക്തി കൂടുന്ന ആ ഒരു വാക്കാണ് അഹോ വിചിത്രം. ഇതൊരു ആശ്ചര്യം തന്നെ. അഹോ വിചിത്രം. എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇത്. എൻ തമ്പുരാനായ നിന്റെ ലീലാവിലാസം മാത്രമാണ് ഈ അത്ഭുതകരമായ പ്രതിഭാസം എന്നറിഞ്ഞാൽ, എന്നുള്ള സത്യം വെളിപ്പെട്ടു കിട്ടിയാൽ അന്തത്വമില്ല, അതിൽ യാതൊരു അന്തത്വവുമില്ല. അതിനു നീ അരുളീടു ശംഭോ. അങ്ങനെ സത്യം തെളിഞ്ഞു കിട്ടുന്നതിനും അന്തത്വമില്ലാതായി തീരുന്നതിനും നീ അനുഗ്രഹിക്കണമേ. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഗർഭത്തിൽ ഭ്രൂണാവസ്ഥയിൽ കിടന്നപ്പോൾ എന്നെ രക്ഷിക്കാൻ ബന്ധുക്കളോ ധനശേഷിയോ ബലമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഞാൻ വളർന്നു പരിപൂർണത പ്രാപിച്ചു. ഇതൊക്കെ അതിശയോക്തി തന്നെയല്ലേ? എല്ലാം ശംഭുവായ തമ്പുരാനായ നിന്റെ കളികൾ തന്നെയാണെന്നതിൽ ലവലേശം സംശയമില്ല. ഈ സത്യം തെളിഞ്ഞു കിട്ടിയാൽ യാതൊരു അന്തത്വവുമില്ല. അങ്ങനെ അന്തത്വം ഇല്ലാതായി സത്യം തെളിഞ്ഞു കിട്ടുന്നതിന് നിന്റെ അനുഗ്രഹം അനിവാര്യമാണ്. അത് ഒട്ടും കുറയ്ക്കാതെ എന്നെ ചൊരിയണമേ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം. അകവും പുറവും തിങ്ങും മഹിമാവ് ആർന്ന നിൻപദം. എല്ലായിടവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് അങ്ങ് മാത്രമാണ്. പ്രപഞ്ചത്തിൽ എന്തൊക്കെ നടക്കുന്നുവോ അതെല്ലാം അങ്ങയുടെ ശക്തി കൊണ്ട് മാത്രമാണ്. ഇതൊന്നും അറിയില്ലാത്തവർ അന്ധത്വം, അജ്ഞത നിമിത്തം അഹങ്കരിച്ച് നടക്കുന്നു. സ്വന്തം ശരീരം പോലും തൻ്റേതല്ല എന്ന സത്യം തിരിച്ചറിയാതെ എല്ലാം എൻ്റേത് എൻ്റേത് എന്ന് പറഞ്ഞ് സ്വാർത്ഥലോലുപരാകുന്നു. ആത്മാവ്
ആത്മാവും നമ്മിൽ നിന്നും ആത്മാവും അഥവാ ശിവം വിട്ടുപോയാൽ നാം പിന്നെ എന്താ നമ്മൾ അറിയപ്പെടുന്നത്? ശവം ആണ് എന്നുള്ള സത്യം ആരും മനസ്സിലാക്കുന്നില്ല. ഗർഭത്തിൽ ഭ്രൂണം വളർന്നു വരുന്നതിൻ്റെ സ്വഭാവം എന്ത് എന്നത് ഒരു ചിന്തയ്ക്കും വഴങ്ങിത്തരുന്നതല്ല. ആരുടെയും സഹായം എവിടെയും അവിടെ എത്തുന്നില്ല. ഭ്രൂണം വളരുന്നതിന് വേണ്ട പോഷകാംശങ്ങളും മറ്റും അമ്മയുടെ ശരീരത്തിൽ നിന്ന് നേരിട്ട് ഭ്രൂണത്തിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് അമ്മയുടെ സഹായം അവിടെ ഉണ്ട് എന്ന് വാദിച്ചേക്കാം. എന്നാൽ അമ്മ പോലും അറിയാതെ അമ്മയിൽ നിന്ന് ഇതെല്ലാം ഭ്രൂണത്തിൽ ലഭിക്കത്തക്ക വണ്ണം വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നത് കൃപ തന്നെയാണ്. ശംഭു എന്ന സത്യം പ്രകാശാത്മകം മാത്രമാണ്. പ്രകാശാത്മകമായ സത്യം ഏതു രൂപം കൈക്കൊണ്ടാലും അത് പ്രകാശാത്മകം മാത്രമായിരിക്കും, ഇരുളായിരിക്കുകയില്ല അഥവാ അന്ധത്വമായിരിക്കുകയില്ല. പ്രകാശാത്മകമായ പരമസത്യത്തെ പ്രകാശാനുഭൂതിയായി തന്നെ നേരിട്ടറിയുന്നതിനെ വെറും ആധുനിക ശാസ്ത്രബുദ്ധി വച്ചുകൊണ്ട് അന്ധത്വമായി കണക്കാക്കിയാൽ, അങ്ങനെ കണക്കാക്കുന്ന അന്ധത്വമാണ് നമുക്ക് ഇല്ലാതാകേണ്ടത്. ആ അന്ധത്വം ഇല്ലാതായി തീരാനും വേണം ശംഭുവിന്റെ കൃപ. ഭ്രൂണമായി കിടന്നപ്പോൾ വളർത്തിയെടുത്ത അതേ കൃപ. ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ, എന്തൊന്നുകൊണ്ടിതു വളർന്നതഹോ വിചിത്രം. എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ, അന്ധത്വമില്ലതിനു നീ അരുളീടു ശംഭു. അപ്പോ നമ്മുടെ പിണ്ടനന്ദിയുടെ നാലാമത്തെ ഈ മന്ത്രത്തിന്റെ കുറച്ചെങ്കിലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്ത ദിവസം 5ാമത്തെ മന്ത്രത്തിലേക്ക് കിടക്കാൻ ശ്രമിക്കാം. അതുവരെ നന്ദി, നമസ്കാരം. ഗുരുവോ.